ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മാർഗനിർദ്ദേശനായി കാത്തിരിക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായൊരു വാക്യം വായിക്കാം. പുറപ്പാട് 13-ാം അധ്യായം 21-ാം വാക്യം. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുൻപായി പൊയ്ക്കൊണ്ടിരുന്നു. ഇസ്രായേൽ ജനം കാനാൻ നാട്ടിലേക്ക് പുറപ്പെട്ടപ്പോൾ ജനത്തെ നയിക്കാൻ ഒരു മേഘസ്തംഭം സമാഗമന കൂടാരത്തിൽ അസ്തമിച്ചു. മേഘസ്തംഭം ഉയർന്നു മുന്നോട്ട് നീങ്ങുന്നത് വരെ ഇസ്രായേൽ ജനം തങ്ങളുടെ പാളയങ്ങളിൽ നിന്ന് പോകയില്ല. ഇത് സംഖ്യാപുസ്തകം 9-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കും. അത് പൊങ്ങുമ്പോൾ ഇസ്രായേൽ മക്കൾ കാഹളമൂതി ഗോത്രം ഗോത്രമായി പുറപ്പെടും. എന്തൊരു മികച്ച നേതൃത്വം അല്ലേ! പുതിയ നിയമത്തിൽ ദൈവം തന്റെ മക്കൾക്ക് മേഘസ്തംഭത്തിന്റെ സ്ഥാനത്ത് അവരെ നയിക്കാൻ പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണെന്ന് തിരുവെഴുത്ത് റോമർ 8-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയപ്പെടുന്നു. ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിക്കാൻ ദൈവസന്നിധിയിൽ കാത്തു നിൽക്കാതെ സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നവർ നിരവധിയാണ്. അത് വളരെ അപകടകരമാണ്. മറ്റു ചിലരുണ്ട്, അവരുടെ ജഡീക ചിന്തകളെ അടിസ്ഥാനമാക്കി സാത്താന്റെ നേതൃത്വത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നവർ. തിരുവെഴുത്ത് വ്യക്തമായി മുന്നറിയിപ്പ് നൽകുന്നു. മനുഷ്യന് ഒരു വഴി ശരിയാണെന്ന് തോന്നുന്നു, പക്ഷെ അതിന്റെ അവസാനം മരണത്തിന്റെ വഴിയാണെന്ന് സദൃശവാക്യങ്ങൾ 14-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയപ്പെടുന്നു. ശൗലിനെ രാജാവായി അഭിഷേകം ചെയ്ത ശമൂവേലിന്റെ വാക്കുകൾ നോക്കൂ. അവൻ പറഞ്ഞു, തീർച്ചയായും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് കാണിച്ചു തരുന്നത് വരെ 7 ദിവസം നിങ്ങൾ കാത്തിരിക്കണമെന്ന്. ഇതൊന്ന് ശമൂവേൽ 10-ാം അധ്യായം 8-ാം വാക്യത്തിൽ കാണുന്നു. ശൗൽ കാത്തിരുന്നപ്പോൾ കർത്താവ് അവന് ആലോചന നൽകി. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ശൗൽ കർത്താവിന്റെ ആലോചനയ്ക്കായി കാത്തുനിന്നില്ല. പകരം അവൻ പ്രശ്നം നോക്കുന്നവരുടെ അടുക്കിലേക്ക് പോയി. ഒരു ആത്മവിദ്യ. അതിനാൽ യഹോവ ശൗലിനെയും കുടുംബത്തെയും ഫെലിസ്ത്യരുടെ കൈകളിൽ ഏൽപ്പിച്ചു. ദൈവത്തിന്റെ ഒരു ശുശ്രൂഷകൻ സുവിശേഷ യോഗങ്ങൾ നടത്തുമ്പോൾ അവസാന ദിവസത്തെ പെരുന്നാളിനായി തടിച്ച 2 കാളക്കുട്ടികൾക്കായി പ്രാർത്ഥിച്ചു. ദിവസങ്ങൾ അടുക്കുകയായിരുന്നു. പക്ഷേ തടിച്ച പശുക്കിടാവിനെയൊന്നും അവിടെ കണ്ടില്ല. അക്കാലത്ത് സഭയിലെ ഒരു മൂപ്പൻ സംഗതി വളരെ വൈകിയതിനാൽ മാർക്കറ്റിൽ നിന്ന് 2 കാളക്കുട്ടികളെ വാങ്ങാൻ നിർദ്ദേശിച്ചു. ദൈവദാസനും സമ്മതിച്ചു. വിരുന്നോടുകൂടി യോഗം സമാപിച്ചു. പക്ഷേ ആ പാസ്റ്റർ മനസ്സിൽ ഒരു സമാധാനമുണ്ടായിരുന്നില്ല. അന്ന് രാത്രി കണ്ട ഒരു ദർശനത്തിൽ തടിച്ച 2 പശുക്കിടാങ്ങളെ വിഴുങ്ങിയ ശേഷം ഒരു വലിയ പെരുമ്പാമ്പ് അവിടെ കിടക്കുന്നത് കണ്ടു. എന്താണ് ആ ദർശനത്തിന്റെ അർത്ഥം? കർത്താവ് വ്യക്തമാക്കി, എന്റെ മകനെ, ഞാൻ 2 പശുക്കിടാങ്ങളെ നിനക്കയച്ചു. എന്നാൽ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കാത്തതിനാൽ സാത്താൻ അത് വിഴുങ്ങി. ദൈവമക്കളെ, കർത്താവ് നിങ്ങൾക്കായി വഴി തുറക്കുന്നത് വരെ കാത്തിരിക്കുക. തീർച്ചയായും കർത്താവ് നിങ്ങളെ നയിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനങ്ങൾ 27-ാം അധ്യായം 14-ാം വാക്യം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ദാനിയേൽ 1-2 അധ്യായങ്ങൾ, വൈകുന്നേരം 1 യോഹന്നാൻ 4-ാം അധ്യായം. ആമേൻ.